ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിക്കൽ തോട്ടിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മുടെ സിലബസിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ജോഗ്രഫിക്കൽ തോട്ട്. ഓരോ മൊഡ്യൂളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും സെയിം ആയിട്ടുള്ള കാര്യം പറയാറുണ്ട്, ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ബാക്കി എല്ലാ മൊഡ്യൂളിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ജോഗ്രഫിക്കൽ തോട്ടാണ്. അപ്പം നിങ്ങൾ ഒരു സിലബസ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം തുടങ്ങേണ്ടത് ജോഗ്രഫിക്കൽ തോട്ടിൽ നിന്നാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനകത്ത് ഓരോ ജോഗ്രഫേഴ്സും അവരുടെ വർക്കുകളും ക്ലിയർ ആയാൽ തന്നെ ബാക്കി എല്ലാ മേഖലകളെക്കുറിച്ചും ഒരു ബേസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ജോഗ്രഫിക്കൽ തോട്ടിൽ നിങ്ങൾ കുറേ വർക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള മൊഡ്യൂളും കൂടി കവർ ചെയ്യാൻ പറ്റാവുന്ന പാകത്തിലായിരിക്കും അതിൻ്റെ പഠനം വരുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ വർഷവും ഒരു 6 to 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മേഖലയിൽ നിന്നും വരുന്നത്. ഈ വരുന്ന ചോദ്യങ്ങൾ അത്രയും 70 to 80% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, അപ്പം ഈ ജോഗ്രഫിക്കൽ തോട്ടിനെ ഒരു 100% ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 40% ചോദ്യങ്ങളും വരുന്നത് കോൺസെപ്ച്വൽ ആയിട്ടുള്ള MCQs ആണ്. ഓക്കെ, ഇതിൽ 30% തിങ്കേഴ്സ് കോൺസെപ്റ്റ് മാച്ചിങ് ആണ് വരിക. ഓക്കെ, ഇപ്പോൾ ഇപ്പം കോംബേജ് എന്നുള്ളൊരു ടേം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്, അല്ലെങ്കിൽ ലെബൻസറം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. ആ ടേംസ് ഒക്കെ ആരാണ് കോയിൻ ചെയ്തത് എന്ന ഒരു ചോദ്യമായിരിക്കും വരിക. കോറോളജിക്കൽ സയൻസ് കൊണ്ടുവന്ന വ്യക്തി ആരാണ്, അങ്ങനെയുള്ള തിങ്കേഴ്സ് കോൺസെപ്റ്റ് ആൻഡ് മാച്ചിങ് ആണ് 30% ഇതിനകത്ത് വരുന്നത്. ദെൻ 20% അസേർഷൻ ആൻഡ് റീസണിങ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഇത് വരുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, ജോഗ്രഫിക്കകത്ത് പേഴ്സ്പെക്റ്റീവ്സിൻ്റെ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ്, ഹ്യൂമനിസം അങ്ങനെ കുറേ കോൺസെപ്റ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. ആ ഭാഗത്ത് നിന്നാണ് ഈ 20% ചോദ്യങ്ങൾ വരുന്നത്. ദെൻ 10% ക്രോണോളജി ആൻഡ് ക്രിറ്റിസിസം ബേസ്ഡ് ആണ്. മെയിൻ ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 10% വരുന്നത്. ഈ ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 90% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10 to 12 ഇയേഴ്സിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ജോഗ്രഫിക്കൽ തോട്ടിൻ്റെ 70 to 80% ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഞാൻ പറയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ജോഗ്രഫിക്കൽ തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു സിമിലർ പാറ്റേൺ ക്വസ്റ്റ്യനിൽ ഫോളോ ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ ജോഗ്രഫിക്കൽ തോട്ട്. അപ്പം ക്ലൈമറ്റോളജി ആണെങ്കിലും ബാക്കിയുള്ള ഇപ്പം ഓഷ്യനോഗ്രാഫി അല്ലെങ്കിൽ ഹ്യൂമൻ ജോഗ്രഫിയുടെ പാർട്ടുകൾ, ഇതൊക്കെ തന്നെ ഒരു പുതിയ തരം സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ തരം മേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ ജോഗ്രഫിക്കൽ തോട്ടിനെ സംബന്ധിച്ചും ഇന്ത്യൻ ജോഗ്രഫിയെ സംബന്ധിച്ചും മിക്കവാറും ഇപ്പം ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മിക്കവാറും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരേ ഒരു പാറ്റേൺ ആണ് ഉണ്ടാവുക. അപ്പം കോമൺ ആയിട്ട് എപ്പോഴും പാസസ് ചോദിക്കാറുണ്ട്, റിവേഴ്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. പക്ഷേ ജോഗ്രഫിക്കൽ തോട്ടിനെ സംബന്ധിച്ച് ക്രോണോളജിക്കൽ ഓർഡറൊക്കെ തന്നെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത്. സോ ഒരു 10 to 12 ഇയേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70 to 80% ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാനാവും എന്നുള്ളതാണ്. അപ്പം അത് ചോദിക്കുന്നത് തന്നെ ഇപ്പോൾ സെയിം തിങ്കർ ഡിഫറെൻറ്റ് ഫ്രെയിമിംഗ് ആയിരിക്കും, സെയിം കോൺസെപ്റ്റ് ഡിഫറെൻറ്റ് ഫ്രെയിമിംഗ് ആയിരിക്കും. ഇപ്പോൾ പോസിബിളിസം ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഡീഷണലി ഏതെങ്കിലും 2 പോയിന്റ് ചേർത്തിട്ടായിരിക്കും ആ കോൺസെപ്റ്റ് ചോദിക്കുക. ഓക്കെ, അപ്പം സെയിം തിങ്കർ സെയിം കോൺസെപ്റ്റ് അങ്ങനെ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഫ്രെയിമിങ്ങിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് അറിയാമെങ്കിൽ നമുക്കതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഓക്കെ, അപ്പം ജോഗ്രഫിക്കൽ തോട്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിനകത്ത് അഡീഷണലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പം ജോഗ്രഫിക്കൽ തോട്ടിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, ഓരോ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അത് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബുക്സ് ആൻഡ് ഓതേഴ്സ്, കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൊപ്പണൻസ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ ബുക്കിൻ്റെ ബാക്കിൽ അത് ഒന്ന് ഓരോ വർഷത്തെയും ബുക്സ് ആൻഡ് ഓതേഴ്സും കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൊപ്പണൻസും നിങ്ങൾ എഴുതി വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വേർഡിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് ടൈപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാൻ നെറ്റ് കിട്ടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ അതിനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ജോഗ്രഫിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് ആണ് ജോഗ്രഫിക്കൽ തോട്ടിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് ഈ ജോഗ്രഫേഴ്സ്, അവരുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ജോഗ്രഫി എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി ഡെവലപ്പായി വന്നത് എന്നുള്ളൊരു കാര്യത്തെ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ് 3ഉം ഫോക്കസ് ചെയ്യണം. ദെൻ രണ്ടാമതായിട്ട് അതിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ്. ഓക്കെ, ജോഗ്രഫിക്കകത്ത് ചില പേഴ്സ്പെക്റ്റീവ്സ് വരുന്നുണ്ട്. ആ പേഴ്സ്പെക്റ്റീവ്സ് ഏതൊക്കെയാണ്? പോസ്റ്റ് മോഡേണിസം, ഫെമിനിസം, അങ്ങനെയുള്ള കുറേ ഹ്യൂമനിസം, അങ്ങനെയുള്ള കുറേ പേഴ്സ്പെക്റ്റീവ്സ് വരുന്നുണ്ട്. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ദെൻ അടുത്തതാണ് ബുക്സ് ആൻഡ് ഓതേഴ്സും കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൊപ്പണൻസും. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അപ്പം ഇത് നോക്കുന്ന സമയത്ത് ഒരു സ്കൂൾ ഓഫ് തോട്ടായിട്ട് നോക്കുക. ഓക്കെ, ഇപ്പം അമേരിക്കയുടെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഓർഡറോട് കൂടി ഓരോ ജോഗ്രഫേഴ്സിൻ്റെ നെയിമും അവരുടെ പ്രധാനപ്പെട്ട പുസ്തകം, അതുപോലെ തന്നെ അവർ കോയിൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ടേമുകളോ ഐഡിയാസോ ഉണ്ടെങ്കിൽ അത്, ഇത്രയും കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിന് മജീദ് ഹുസൈൻ്റെ ജോഗ്രഫിക്കൽ തോട്ട് വളരെ ഒരു വേദപുസ്തകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്നുമാണ് മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസും വരുന്നത് ആ മജീദ് ഹുസൈൻ്റെ ജോഗ്രഫിക്കൽ തോട്ടിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് റെഫർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം ജോഗ്രഫിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഈ 3ൽ ഏൻഷ്യൻ പീരീഡിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഇത്തരം ജോഗ്രഫേഴ്സിൻ്റെ, അതായത് ഗ്രീക്ക്, റോമൻ, ഇന്ത്യൻ ആൻഡ് അറബ് ജോഗ്രഫേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജോഗ്രഫിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഏൻഷ്യൻ പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഓക്കെ, അപ്പോൾ ഏൻഷ്യൻ പീരീഡിനകത്താണ് ഗ്രീക്ക്, റോമൻ, ഇന്ത്യൻ, ചൈനീസ് കോൺട്രിബ്യൂഷൻസ് വരുന്നത്. മിഡീവൽ പീരീഡിനകത്ത് ഡാർക്ക് ഏജ് വരുന്നു, ദെൻ അറബ് സ്കൂൾ ഓഫ് തോട്ട് വരുന്നു, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഏജ് ഓഫ് ഡിസ്കവറി വരുന്നു. അടുത്തത് മോഡേൺ പീരീഡ്, ജർമ്മൻ സ്കൂള്, ഫ്രഞ്ച് സ്കൂൾ, അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ട്, ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ട് വരുന്നുണ്ട്, സോവിയറ്റ് സ്കൂൾ ഓഫ് തോട്ടും വരുന്നുണ്ട്. ഓക്കെ, എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ജോഗ്രഫിക്കൽ തോട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ക്രൊണോളജിക്കൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 2021 വന്നൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ജോഗ്രഫിക്കൽ തോട്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ 4 ഓപ്ഷൻസും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? ഗ്രീക്സ്, റോമൻ, അറബ്സ്, ഡാർക്ക് ഏജ് ആണോ? അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ഒന്ന് നോക്കണം. ആദ്യം ഗ്രീക്ക്, റോമൻ, ദെൻ അറബ് സ്കൂൾ ഓഫ് തോട്ടാണ് വരുന്നത്. ഓക്കെ, ഡാർക്ക് ഏജ്, അറബ് സ്കൂൾ ഓഫ് തോട്ടാണ് വരുന്നത്. ഓക്കെ, ഡാർക്ക് ഏജും അറബ് സ്കൂൾ ഓഫ് തോട്ടും ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ബി ആണ് കറക്റ്റ് ഉത്തരം. ഗ്രീക്ക്, റോമൻ, ഡാർക്ക് ഏജ് ആൻഡ് അറബ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് നമ്മൾ നോക്കി വെക്കണം. ദെൻ അടുത്തതാണ് ഏൻഷ്യൻ ഗ്രീക്ക് ജോഗ്രഫേഴ്സ് ആണ്. ഏൻഷ്യൻ ഗ്രീക്ക് ജോഗ്രഫേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓർഡർ, ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് വേണം. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോമർ, തെയിൽസ്, അനാക്സിമേൻഡർ, പൈത്തഗോറസ്, ഹെക്കേഷ്യസ്, ഹെറഡോട്ടസ്, ഹിപ്പോക്രാറ്റ്സ്, പ്ലാറ്റോ, യൂഡോക്സ്, അരിസ്റ്റോട്ടിൽ, തിയോഫ്രാറ്റസ്,
പൈത്തീസ്, ഇറാത്തോസ്തെനീസ്, പൊളീബിയസ്, ഹിപ്പാർച്ചസ് ആൻഡ് പോസിഡോണിയസ്. ഇത്രയും ആളുകളാണ് ഏൻഷ്യൻ്റ് ആയിട്ട് ജോഗ്രഫിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഗ്രീക്ക് ജോഗ്രഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് നോക്കണം. അതിന് മുന്നേ ഗ്രീക്ക് ജോഗ്രഫേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം 2021 വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഓർഡറും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഹോമർ ആണ്. ഹോമർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇല്യാഡ് ആൻഡ് ഒഡീസിയ എന്ന് പറയുന്ന പുസ്തകമാണ്. ഓക്കെ, ഇല്യാഡ് എന്ന് പറയുമ്പം ട്രോജൻ വാറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു പുസ്തകമാണ്. ദെൻ ഒഡീസിയ എന്ന് പറയുമ്പം ഒരു നോൺ വേൾഡിനെ കുറിച്ച് ജോഗ്രഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ദെൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള 4 ടൈപ്സ് ഓഫ് വിൻഡ് ഏതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് ബോറസ്, ഏത് സൈഡിൽ നിന്നും വരുന്നു എന്നുള്ളതാണ്. ഡയറക്ഷൻ ആയിരുന്നു തുടക്കത്തിലൊക്കെ ചോദിച്ചിരുന്നത്. പിന്നീട് കഴിഞ്ഞ ഒരു 2-3 years ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ചോദിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബോറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ സൈഡിൽ നിന്നും വീശുന്ന കോൾഡ് വിൻഡാണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈ ആണ് ഉണ്ടാവുക. യൂറസ് ആണ്, വാമൻ ജെന്റൽ ഫ്രം ഈസ്റ്റേൺ സൈഡാണ്. നോട്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള വെറ്റ് ആയിട്ടുള്ള ഒരു സദേൺ സൈഡ് വിൻഡാണ്. ഓക്കെ, അപ്പം സെഫിറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് വാം വിൻഡ് ഫ്രം എ വെസ്റ്റേൺ സൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം 2021 അവർ ചോദിച്ചിരുന്നു. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വിൻഡും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ചോദിച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് തെയിൽസ് ഓഫ് മിലാറ്റസ് ആണ്. ഇദ്ദേഹം ഒരുപാട് ജോമെട്രിക്കൽ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്ത വ്യക്തിയാണ് തെയിൽസ് ഓഫ് മിലാറ്റസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് എർത്ത് എന്ന് പറയുന്നത് ഒരു വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഡിസ്ക് ആയിട്ടാണ് അദ്ദേഹം ഇതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്തമാറ്റിക്കൽ ജോഗ്രഫിയുടെ ഫൗണ്ടർ ആയിട്ടാണ് തെയിൽസ് ഓഫ് മിലാറ്റസ് അറിയപ്പെടുന്നത്. അനാക്സിമെൻഡറിനെയും ഫാദർ ഓഫ് മാത്തമാറ്റിക്കൽ ജോഗ്രഫി ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു സിംഗിൾ സബ്സ്റ്റൻസ് കൊണ്ടാണ്. ആ സിംഗിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വാട്ടറാണ്. ഓക്കെ, അപ്പം ലോകം ഉത്ഭവിച്ചിരിക്കുന്നത് ഈ വാട്ടർ എന്ന് പറയുന്ന ഒരു സിംഗിൾ സബ്സ്റ്റൻസസിൻ്റെ പരിണാമം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കോസ്മോളജിയാണ് ഹൈലോസോയിസം എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ് തെയിൽസ് ഓഫ് മിലാറ്റസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ് ഓൺ ദ സോൾസ്റ്റൈസസ് ആൻഡ് ഓൺ ദ ഇക്വിനോക്സ് എന്ന് പറയുന്ന 2 പുസ്തകങ്ങളാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം എഗെയിൻ 2021 തന്നെ ചോദിച്ചൊരു ചോദ്യം നോക്കൂ. Which of the following is remembered for prediction of an eclipse of the sun and cosmology based on water എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പം തെയിൽസ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്ത അനാക്സിമെൻഡർ ആണ്. അനാക്സിമെൻഡർ ഫൗണ്ടർ ഓഫ് ആസ്ട്രോണമി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഫാദർ ഓഫ് കോസ്മോളജി ഇദ്ദേഹമാണ്. ദെൻ ആദ്യമായിട്ട് ലോകത്തിൽ ഒരു വേൾഡ് മാപ്പ് സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്ത വ്യക്തി അനാക്സിമെൻഡർ ആണ്. ഓക്കെ, സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രൗണ്ട് ഡിസ്റ്റൻസും അതുപോലെ തന്നെ മാപ്പിനകത്ത് നമ്മൾ വരയ്ക്കുന്നതും തമ്മിലുള്ള ഒരു റേഷ്യോയാണ് സ്കെയിൽ എന്തുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഫിനോമിനയെ നമുക്ക് ഒരു പേപ്പറിൽ വരയ്ക്കുന്നതിന് ആവശ്യമായിട്ട് എങ്ങനെയാണോ റെഡ്യൂസ് ചെയ്യാൻ കഴിയുക ആ റിഡക്ഷനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ അത്തരത്തിൽ ഒരു സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ നമ്മളിപ്പം മാപ്പിലൊക്കെ നമ്മൾ എഴുതാറുണ്ട് 10 സെൻറ്റിമീറ്റർ റെപ്രസെൻറ്റ്സ് 1 സെൻറ്റിമീറ്റർ റെപ്രസെൻറ്റ്സ് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഗ്രൗണ്ടിലുള്ള 10 മീറ്ററിൻ്റെ ഒരു സാധനം പേപ്പറിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ പേപ്പറിൽ വരയ്ക്കുന്ന 1 സെൻറ്റിമീറ്റർ യഥാർത്ഥത്തിൽ 10 മീറ്റർ ആണ് അതിൻ്റെ യഥാർത്ഥ വലിപ്പം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനനുസരിച്ച് ആദ്യമായിട്ടൊരു വേൾഡ് മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നത് അനാക്സിമെൻഡർ ആണ്. ദെൻ അദ്ദേഹം ബാബിലോണിയയിൽ ഫെമിലിയർ ആയിരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ഗ്നോമോൺ എന്നാണ് പറയുന്നത്. ആ ഇൻസ്ട്രുമെൻറ്റ് ഗ്രീക്കിൻ്റെ ഭാഗത്ത് ഗ്രീക്ക് മേഖലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അനാക്സിമെൻഡർ ആണ്. ആൻഡ് ഇദ്ദേഹം തെയിൽസ് ഓഫ് മിലാറ്റസിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കൂടി ആയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം അപ്പീരിയൻ എന്നുള്ളൊരു വേർഡ് അദ്ദേഹം കോയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരു സെൻസിലൂടെ മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ടുള്ള നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്തതായ ഒരു പ്രൈം സബ്സ്റ്റൻസിനെയാണ് അദ്ദേഹം അപ്പീരിയൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഓൺ നേച്ചർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്.
ഓക്കെ. ദെൻ ഹെക്കേഷ്യസ് ആണ്. ഹെക്കേഷ്യസ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ജോഗ്രഫി എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇത് കേരള PSCയെ സംബന്ധിച്ചും നെറ്റ് എക്സാമിനെ സംബന്ധിച്ചും ഒക്കെ ഫാദർ ഓഫ് ജോഗ്രഫി വ്യത്യാസമുണ്ട് അല്ലേ. ഇറാത്തോസ്തെനീസ് ആണ് ഫാദർ ഓഫ് ജോഗ്രഫി എന്ന് പറയാറുണ്ട്, ടോളമി ആണ് ഫാദർ ഓഫ് ജോഗ്രഫി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓരോ ജോഗ്രഫേഴ്സിനെയും അവരുടെ നോളേജ് ലെവലിനെയും ബേസ് ചെയ്തിട്ട് ഫാദർ ഓഫ് ജോഗ്രഫിയിൽ വളരെ വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഹെക്കേഷ്യസ് ആണ് പൊതുവെ നമ്മുടെ നെറ്റിൻ്റെ എക്സാമിന് ഫാദർ ഓഫ് ജോഗ്രഫി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഹെക്കേഷ്യസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഡിസ്ക്രിപ്ഷൻ, ലോകത്തെ സംബന്ധിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കിട്ടുന്നത് ഹെക്കേഷ്യസിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് പെരിഡോസ് എന്ന് പറയുന്ന അഥവാ ട്രാവൽ അറൗണ്ട് ദ എർത്ത് ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ലോകത്തെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് അറിയാൻ കഴിയുന്നത്. ഈ പുസ്തകത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പാർട്ട് 1 ഡീൽ ചെയ്യുന്നത് യൂറോപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പാർട്ട് 2 ലിബിയയുടെ കാര്യങ്ങളെക്കുറിച്ചുമാണ് എഴുതിയിട്ടുള്ളത്. ദെൻ ഇദ്ദേഹം ഒരു കോസ്റ്റൽ സർവേ നടത്തുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേരാണ് പെരിപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വേൾഡ് കോസ്റ്റൽ ഏരിയകളെ കുറിച്ചൊരു സർവേ നടത്തുകയുണ്ടായി. അത് പെരിപ്ലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ ജിനിയോളജിയ എന്ന് പറയുന്നത് വേറൊരു പ്രധാനപ്പെട്ട വർക്കാണ്. ഇതിനകത്ത് ജിനിയോളജിയ അദ്ദേഹത്തിൻ്റെ ജസ്പിരിഡോസ് പോലെ തന്നെയുള്ള ഒരു പുസ്തകമാണ് ജിനിയോളജിയ എന്ന് പറയുന്നത്. ദെൻ ജോഗ്രഫിക്കകത്ത് 2 പ്രധാനപ്പെട്ട അപ്രോച്ചുകൾ ആദ്യമായിട്ട് കൊണ്ടുവന്നതും നമ്മുടെ ഹെക്കേഷ്യസ് ആണ്. അതായത് നോമോതെറ്റിക് ആൻഡ് ഐഡിയോഗ്രാഫിക് എന്ന് പറയുന്ന 2 അപ്രോച്ചുകളാണ്. നോമോതെറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോ മേക്കിംഗ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ദെൻ ഐഡിയോഗ്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ. ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു ഫിനോമിനയെ ഡീൽ ചെയ്യുന്ന സമയത്തുള്ള 2 അപ്രോച്ചുകൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഹെക്കേഷ്യസ് ആണ്. നോമോതെറ്റിക് ആൻഡ് ഐഡിയോഗ്രാഫിക് എന്ന് പറയുന്ന 2 കോൺസെപ്റ്റാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പം 2017 18 ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ആരാണ് ജോഗ്രഫിക്കകത്ത് നോമോതെറ്റിക് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ നോമോതെറ്റിക് അപ്രോച്ച് എംഫസൈസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം. ലോ മേക്കിംഗ് സ്റ്റഡിയാണ് നോമോതെറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തത് ഫാദേഴ്സ് ഇൻ ജോഗ്രഫിയാണ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു വിഷയമാണ്. ഓരോ ആളുകളെയും അവരുടെ നോളേജിനെയും അതുപോലെ തന്നെ ഓരോ നേഷനെയും സംബന്ധിച്ചും ഇതിനകത്ത് വളരെ വലിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ കോമൺ ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിലും ഏറ്റവും പ്രീഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഫാദർ ഓഫ് ജോഗ്രഫി ഹെക്കേഷ്യസ് ആണ്. ടെലിയോളജിക്കൽ കോൺസെപ്റ്റ് ഫാദർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. ഫാദർ ഓഫ് മാത്തമാറ്റിക്കൽ ജോഗ്രഫി തെയിൽസ് ആൻഡ് അനാക്സിമെൻഡർ ആണ്. ഫാദർ ഓഫ് സയൻറ്റിഫിക് ക്രോണോളജി ആൻഡ് ജിയോഡസി ഇറാത്തോസ്തെനീസ്. ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി ഹോമർ ആണ്. ഫാദർ ഓഫ് മെഡിസിനൽ ജോഗ്രഫി ഹിപ്പോക്രാറ്റ്സ് ആണ്. ഫാദർ ഓഫ് എത്തനോഗ്രഫി ആൻഡ് ഹിസ്റ്ററി ഹെറഡോട്ടസ് ആണ്. ഓക്കെ. ദെൻ അടുത്തത് ഫൗണ്ടർ ഓഫ് ട്രിഗ്നോമെട്രി ഹിപ്പാർച്ചസ് ആണ്. ദെൻ ഫാദർ ഓഫ് റീജിയണൽ ജോഗ്രഫി സ്ട്രാബോ. ഫാദർ ഓഫ് ഇലക്ട്രൽ ജോഗ്രഫി ആൻഡ്രൂ സീക്രൈഡ് ആണ്. ഫാദർ ഓഫ് കാർട്ടോഗ്രഫി ടോളമി ആൻഡ് അനാക്സിമെൻഡർ ആണ് എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഫാദർ ഓഫ് ഫിസിക്കൽ ജോഗ്രഫി ചില പുസ്തകങ്ങൾ നമുക്ക് പോസിഡോണിയസ് ആയിട്ടും ചില സ്ഥലത്ത് അത് ഹംബോൾട്ട് ആയിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ദെൻ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ ജോഗ്രഫി റാറ്റ്സൽ ആണ്. ദെൻ ഫാദർ ഓഫ് ഹ്യൂമൻ ജോഗ്രഫി റാറ്റ്സൽ, പോൾ, വൈഡൽഡീല ബ്ലാഷ് എന്ന് പറയുന്ന വ്യക്തികളാണ്. ഓക്കെ. ദെൻ ഫാദർ ഓഫ് പോപ്പുലേഷൻ ജോഗ്രഫി ത്രിവാർത്ത. ഫാദർ ഓഫ് കൾച്ചറൽ ജോഗ്രഫി കോൾ സോവർ ആണ്. ദെൻ ഫാദർ ഓഫ് എക്കണോമിക് ജോഗ്രഫി ജോർജ് ഐസ്ലം. ഫാദർ ഓഫ് ജിയോ പൊളിറ്റിക്സ് കോൾ ഹെർഷോഫർ ആണ്. ദെൻ ആ ടേം കോയിൻ ചെയ്ത വ്യക്തിയെയും ഫാദറും തമ്മിൽ നമുക്ക് മാറിപ്പോകരുത്. ഓക്കെ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫാദർ ഓഫ് വെൽഫെയർ ജോഗ്രഫി ഡേവിഡ് സ്മിത്ത് ആണ്. ഫാദർ ഓഫ് സെറ്റിൽമെൻറ്റ് ജോഗ്രഫി CA ഡോക്സൈഡ്സ് ആണ്. അപ്പോൾ ഇത്രയും ആളുകളെ നമ്മൾ കൃത്യമായിട്ട് ഓർമ്മ വെക്കണം. 2015 ചോദിച്ചൊരു ചോദ്യമാണ്, ഹു ആർ കൺസിഡേർഡ് ആസ് എ ഫൗണ്ടർ ഓഫ് മാത്തമാറ്റിക്കൽ ജോഗ്രഫി തെയിൽസ് ആൻഡ് അനാക്സിമെൻഡർ. അത് കഴിഞ്ഞിട്ടും പല വർഷങ്ങളിലും ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ഹെറഡോട്ടസ് ആണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫാദർ ഓഫ് ഹിസ്റ്ററി, ഫാദർ ഓഫ് എത്തനോഗ്രഫി എന്ന് വിളിക്കുന്നു. പിന്നെ ഈജിപ്ത് എന്ന് പറയുന്നത് നൈലിൻ്റെ ഒരു വരദാനമാണ്, ഒരു ഗിഫ്റ്റ് ആണ് എന്ന് ആദ്യം അഭിപ്രായം പറയുന്നത് ഹെറോഡോട്ടസ് ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ എന്നുള്ളൊരു ടേം അദ്ദേഹം കോയിൻ ചെയ്തതും ഹെറഡോട്ടസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫെയിം
ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഓൾ ഹിസ്റ്ററി മസ്റ്റ് ബി ട്രീറ്റഡ് ജോഗ്രഫിക്കലി ആൻഡ് ഓൾ ജോഗ്രഫി മസ്റ്റ് ബി ട്രീറ്റഡ് ഹിസ്റ്റോറിക്കലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ജോഗ്രഫിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഹെറഡോട്ടസ് എന്ന് പറയുന്നത്. ഹിസ്റ്ററീസ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകം. ഓക്കെ, അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് 2012-ലും 2016-ലും ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈജിപ്ത് നൈലിന്റെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്, അതുപോലെ തന്നെ ഹിസ്റ്ററി മസ്റ്റ് ബി ട്രീറ്റഡ് ജോഗ്രഫിക്കലി, ജോഗ്രഫി ബി ട്രീറ്റഡ് ഹിസ്റ്റോറിക്കലി എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരാനുള്ള സാധ്യത വിരളമല്ല എന്നുള്ളതാണ്. ദെൻ പ്ലാറ്റോ, മാസ്റ്റർ ഓഫ് ഡിഡക്റ്റീവ് റീസണിങ് എന്നറിയപ്പെടുന്നത് പ്ലാറ്റോയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ജോഗ്രഫേഴ്സിനകത്ത് ഡിഡക്റ്റീവ് റീസണിങ് ഫോളോ ചെയ്ത വ്യക്തികൾ, ഇൻഡക്റ്റീവ് റീസണിങ് ഫോളോ ചെയ്ത വ്യക്തികളുടെയും ഒരു ലിസ്റ്റ് നിർബന്ധമായിട്ടും തയ്യാറാക്കി വെക്കണം. ഓക്കെ, അതായത് ഇതിനകത്ത് ഹ്യൂമൻ ജോഗ്രഫി ആൻഡ് ഫിസിക്കൽ ജോഗ്രഫി ഫോളോ ചെയ്ത ജോഗ്രഫേഴ്സിൻ്റെ ലിസ്റ്റ് വേണം. ദെൻ അതുപോലെ തന്നെ ഡുവലിസത്തിൽ നമ്മൾ കുറേ കോൺസെപ്റ്റ് അതിനകത്ത് പറയുന്നുണ്ടല്ലോ. ഡുവലിസം ആൻഡ് ഡൈക്കോട്ടമിയിൽ പറയുന്ന കുറേ കോൺസെപ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓരോ ഹ്യൂമൻ ജോഗ്രഫി ഫോളോ ചെയ്ത വ്യക്തി, ഫിസിക്കൽ ജോഗ്രഫി ഫോളോ ചെയ്ത വ്യക്തി, ഡിഡക്റ്റീവ് റീസണിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്ത ആളുകൾ, ഇൻഡക്റ്റീവ് റീസണിങ് ഫോളോ ചെയ്ത ആളുകൾ, അപ്പോൾ ഇത്രയും ജോഗ്രഫേഴ്സിൻ്റെ ഒരു കുഞ്ഞ് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതൊക്കെ കുറച്ചുകൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മാസ്റ്റർ ഓഫ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഡിഡക്റ്റീവ് റീസണിങ്, എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ എന്താണ് ഡിഡക്റ്റീവ് റീസണിങ്? ഒരു ജനറൽ ടു പർട്ടിക്കുലർ എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് ഡിഡക്റ്റീവ് റീസണിങ്ങിനകത്ത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് ആണെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഡിഡക്റ്റീവ് റീസണിങ്, എന്താണ് ഒരു ഇൻഡക്റ്റീവ് റീസണിങ്. ഓക്കെ, അപ്പം ഇതൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആവുക. അല്ലാതെ എന്താണ് ഈ ജനറൽ ടു സ്പെസിഫിക്, എന്താണ് ഈ സ്പെസിഫിക് ടു ജനറൽ. ഓക്കെ, അപ്പം അതായത് ഇപ്പോൾ ഞാൻ പറയാണ്, എല്ലാ UGC നെറ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് പേപ്പർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ UGC നെറ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സും പേപ്പർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ അനു എന്ന് പറയുന്ന വ്യക്തിയും എന്ത് ചെയ്തിട്ടുണ്ട്, പേപ്പർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് UGC നെറ്റ് നമുക്ക് ക്വാളിഫൈഡ് ആവണമെങ്കിൽ പേപ്പർ 1 കൂടി ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി പറയുന്നു അനു എന്ന് പറയുന്ന വ്യക്തി പേപ്പർ 1 ക്വാളിഫൈഡ് ആയിട്ടുണ്ട്, ദാറ്റ് മീൻ അനു നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം സ്പെസിഫിക് ആയിട്ടാണ് പറയാം. ഇപ്പോൾ ഞാൻ പറയുന്നു അനു, രവി അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും എന്ത് ചെയ്തിട്ടുണ്ട്, പേപ്പർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് പേപ്പർ 1 ക്വാളിഫൈ ചെയ്യുന്നത് നെസസറി ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഓക്കെ, അപ്പോൾ ഡിഡക്റ്റീവിൽ നമ്മൾ ആദ്യം ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, പേപ്പർ 1 ക്വാളിഫൈ ചെയ്താലേ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സ്പെസിഫിക് പറയുന്നു, അതായത് ഈ പേഴ്സൺ, ഈ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പേപ്പർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഡിഡക്റ്റീവാണ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആദ്യം പറയുന്നത് ഒരു പേഴ്സണെ സംബന്ധിച്ച കാര്യം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച കാര്യമാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻ ഈ ക്ലാസ്സിലുള്ള ഇത്രയും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പേര് സഹിതം നമ്മൾ പറയുന്നു അനു, രവി എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, പേപ്പർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ UGC നെറ്റ് ക്ലിയർ ചെയ്യുന്നതിന് പേപ്പർ 1 ക്ലിയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ റൂളാണ് ഫസ്റ്റ് വരിക. ഓക്കെ, ഓൾ UGC നെറ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഹാവ് ക്ലിയർഡ് പേപ്പർ 1 എന്നുള്ളതാണ് ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അത് റൂളാണ്. റൂള് ഫസ്റ്റ് വരുന്നു, ദെൻ കേസ് ലേറ്റർ വരുന്നു. കാരണം ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പേപ്പർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഡിഡക്റ്റീവ് റീസണിങ് ആണെങ്കിൽ റൂള് ഫസ്റ്റ് വരും, കേസ് ലേറ്റർ വരും. ഓക്കെ, ദെൻ ഇൻഡക്റ്റീവ് റീസണിങ് ആണെങ്കിൽ കേസാണ് ഫസ്റ്റ് വരിക. നമ്മൾ ആദ്യം പറയുന്നത് ഈ വ്യക്തികൾ ഇപ്പം രഞ്ജിത, ഹബീബ, റാഹിമ ഈ പറയുന്ന വ്യക്തികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പേപ്പർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു കേസാണ്. ഓക്കെ, ഒരു ഫസ്റ്റ് കേസാണ് വരുന്നത്. ദെൻ റൂള് വരുന്നു ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ. ഇത്രയും ആളുകൾ പേപ്പർ 1 ക്വാളിഫൈ ചെയ്തു. സോ അതിനർത്ഥം എന്താണ്, UGC നെറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ പേപ്പർ 1 ക്വാളിഫൈഡ് ആവണം എന്നുള്ളത് റൂളാണ്. ആ റൂള് രണ്ടാമതായിട്ടാണ് വരുന്നത് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ. സോ ഡിഡക്റ്റീവ് റീസണിങ് ജനറൽ ടു സ്പെസിഫിക്, റൂൾ ഫസ്റ്റ്, കേസ് ലേറ്റർ ആണ്. ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ സ്പെസിഫിക് ടു ജനറൽ ആണ്, കേസ് ഫസ്റ്റ്, റൂൾ ലേറ്റർ ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വെക്കണം. ദെൻ അരിസ്റ്റോട്ടലിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ഫാദർ ഓഫ് ടെലിയോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നു. ഫാദർ ഓഫ് സയൻസ് ഇദ്ദേഹമാണ്. എൻവയോൺമെന്റൽ ഡിറ്റർമിനിസത്തെ ബിലീവ് ചെയ്ത വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ പുറകിൽ പറയണം. സോ ഞാൻ ജനറൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇദ്ദേഹം ഇൻഡക്റ്റീവ് റീസണിങ്ങിനെയാണ് സപ്പോർട്ട് ചെയ്തത്, സ്പെസിഫിക് ടു ജനറലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള 2 വർക്കുകളാണ് ഓൺ ദ ഹെവൻസ് ആൻഡ് മെറ്റിയോളജിക്ക എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ. ഓക്കെ, അപ്പം ഈ മെറ്റീരിയോളജിക്ക എന്ന് പറയുന്ന പുസ്തകം 2015-ലും 2017-ലും ആരാണ് എഴുതിയത് എന്നുള്ള സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു വേർഡിങ് പോലും മാറ്റമില്ലാതെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇറാത്തോസ്തെനീസ് ആണ് ജോഗ്രഫി എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഫാദർ ഓഫ് സയന്റിഫിക് ക്രോണോളജി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അലക്സാൻഡ്രിയയുടെ ലൈബ്രറിയിൽ ലൈബ്രറിയൻ ആയിരുന്നു. ദെൻ ഫാദർ ഓഫ് ജിയോഡസി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. എർത്തിൻ്റെ സർക്യൂംഫറൻസ് ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. അപ്രോക്സിമേറ്റ്ലി അത് കറക്റ്റ് ആവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ജോഗ്രഫിയ എന്ന് പറയുന്നത്. ഇദ്ദേഹം ക്ലൈമറ്റിക് സോൺസിനെ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം 3 ക്ലാസിഫിക്കേഷൻ വരുന്നു. ഒരു ടൊറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ ആണ് ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്തത്. എന്നിട്ട് പറയാണ് ടൊറിഡ് സോൺ ഒരെണ്ണം ഉണ്ട്, ഇക്വേറ്ററിൻ്റെ ഭാഗം. 2 ടെമ്പറേറ്റ് സോൺ ഉണ്ട്, ദെൻ 2 ഫ്രിജിഡ് സോണും ഉണ്ട്, നോർത്ത് ആൻഡ് സൗത്ത് പോളിലായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം 2015 ചോദിച്ചൊരു ചോദ്യമാണ്, ആരാണ് ജോഗ്രഫി എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം 2015 ചോദിച്ചിട്ടുണ്ട്. ദെൻ 2016-ലും 2017-ലും ആദ്യമായിട്ട് എർത്തിൻ്റെ സർക്യൂംഫറൻസ് മെഷർ ചെയ്ത വ്യക്തി ആരാണ് എന്നുള്ളൊരു ചോദ്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ ഹിപ്പാർച്ചസ് ആണ്. ഫൗണ്ടർ ഓഫ് ട്രിഗ്നോമെട്രി എന്നറിയപ്പെടുന്നത് ഹിപ്പാർച്ചസ് ആണ്. ഓക്കെ, ദെൻ സർക്കിളിനെ 360 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു ബാബിലോണിയൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ്. ദെൻ അതുപോലെ തന്നെ പ്രിസഷൻ ഓഫ് ദി ഇക്വിനോസസ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഇദ്ദേഹമാണ്. ദെൻ മാപ്പ് പ്രൊജക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റീരിയോഗ്രാഫിക് ആൻഡ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഓഫ് മാപ്പ് മേക്കിംഗ് ഹിപ്പാർച്ചസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ആസ്ട്രോലാബ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പുസ്തകം ജോഗ്രഫിക്കൽ ഫ്രാഗ്മെന്റ്സ് ആണ്. ഇപ്പോൾ 2015 ഇതുമായി റിലേറ്റ് ചെയ്തൊരു പുസ്തകം അദ്ദേഹം ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആരാണ് ആദ്യമായിട്ട് സർക്കിളിനെ 360 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്തതെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹിപ്പോക്രാറ്റ്സ് ആൻഡ് പോസിഡോണിയസ് എന്ന് പറയുന്ന വ്യക്തികളുടെ പുസ്തകങ്ങൾ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട്. ഓൺ എയർ വാട്ടർ പ്ലേസസ് ഹിപ്പോക്രാറ്റ്സിൻ്റെയും ദ ഓഷ്യൻ എന്ന് പറയുന്ന പുസ്തകം പോസിഡോണിയസിൻ്റെയുമാണ്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്താ എയർ വാട്ടർ ആൻഡ് പ്ലേസ് എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ് എന്നുള്ളൊരു ചോദ്യം. ദെൻ 2013 വന്നൊരു ചോദ്യം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 2015-ലും 2020-ലും 2023-ലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ക്രോണോളജിക്കൽ ഓർഡർ. ഏൻഷ്യൻ പീരീഡിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ അവർ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് റോമൻ ജോഗ്രഫേഴ്സ്. സ്ട്രാബോ, ടോളമി, സൊളീനിയസ് ആൻഡ് പൊമ്പോണിയസ് മേള എന്ന് പറയുന്ന 4 വ്യക്തികളാണ് റോമൻ ജോഗ്രഫേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സ്ട്രാബോ. ഫാദർ ഓഫ് റീജിയണൽ ജോഗ്രഫി എന്നറിയപ്പെടുന്നത് സ്ട്രാബോയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു കോറോളജിക്കൽ സയൻസ് ആണ് എന്ന് ഐഡിയ ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി സ്ട്രാബോയാണ്. ഓക്കെ, അപ്പോൾ കോറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനോമിന എങ്ങനെയാണ് സ്പേഷ്യലി അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഒരു റീജിയണിനകത്ത് ഒരു ഫിനോമിന എങ്ങനെയാണ് സ്പേഷ്യലി അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് കോറോളജി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമേ മനസ്സിൽ വെച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന വ്യക്തിയാണ് സ്ട്രാബോ. പക്ഷേ ഇത് വളരെ ഫോമലായിട്ടൊരു കോൺസെപ്റ്റായിട്ട് ഒരു ടേം ആയിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെറ്റ്നറാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ജോഗ്രഫി ഒരു കോറോളജിക്കൽ സയൻസ് ആണ് എന്ന് പറഞ്ഞത് സ്ട്രാബോയാണ്. പക്ഷെ അത് ഫോർമലായിട്ട് ആ കോൺസെപ്റ്റ് കോറോളജി എന്നുള്ളൊരു കോൺസെപ്റ്റ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തതും അതിനൊന്ന് ഫോർമലായിട്ട് അനലൈസ് ചെയ്തതും ഹെറ്റ്നറാണ്. കാരണം ഇത് 2011 വന്നൊരു ചോദ്യമാണ്. ഇങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരാവുന്നൊരു പാറ്റേൺ ആയിരിക്കും ഇതിനകത്ത് വരുന്നുണ്ടാവുക. 2011 വന്നൊരു ചോദ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഹിസ്റ്റോറിക്കൽ മെമ്മയർ. 43 വോള്യൂംസ് ആണ് ഈ പുസ്തകത്തിനുള്ളത്. 2010 ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഓക്കെ, ദെൻ അടുത്തൊരു പുസ്തകമാണ് ജോഗ്രഫിക്ക എന്ന് പറയുന്നത്. ഇത് 17 വോള്യൂംസ് ഉള്ളൊരു പുസ്തകമാണ്. ആദ്യത്തെ 2 വോള്യൂം ഇൻട്രൊഡക്ഷനിൽ പോകുന്നു.
ബാക്കിയുള്ള 8 വോളിയംസും യൂറോപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത 6 വോളിയം ഏഷ്യയെക്കുറിച്ചും ലാസ്റ്റ് 1 വോളിയം ആഫ്രിക്കയെക്കുറിച്ചുമാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് നോക്കണം. 2013 വന്നൊരു ചോദ്യമാണ്, ഹൂ എമംഗ്സ് ദ ഫോളോയിങ് ഡിഫൈൻഡ് ജോഗ്രഫി ആസ് എ കോറോളജിക്കൽ സയൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്ട്രാബോയുടെ ഓപ്ഷൻ തന്നിട്ടില്ല, ഹെറ്റ്നർ ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഹെറ്റ്നറിന് മാർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ജോഗ്രഫിയ ഇൻ 17 വോളിയം വാസ് റിട്ടേൺ ബൈ 2013-ലും 21-ലും 23-ലും ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഇയർ ഞാൻ കൊടുക്കുന്നത് ഇത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ 2012 ഒരു ചോദ്യം റീസണിങ് ആൻഡ് അസേർഷൻ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ദ വർക്ക് ഓൺ ജോഗ്രഫി ഓഫ് സ്ട്രാബോ വാസ് ലാർജ്ലി an encyclopedic description of the world known to the Greeks എന്നുള്ളതാണ്. ആൻഡ് അതിന് റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്ട്രാബോസ് ബുക്ക് ഹാഡ് ലേഡ് ഡൗൺ എ ക്ലിയർ ഫൗണ്ടേഷൻ ഫോർ കോറോളജിക്കൽ റൈറ്റിംഗ് ഇൻ ജോഗ്രഫി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ എന്നുള്ളതാണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ദെൻ അടുത്താണ് ടോളമി. മാത്തമാറ്റിക്കൽ ജോഗ്രഫിയിലാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തിയാണ് ടോളമി എന്ന് പറയുന്ന വ്യക്തി. ദെൻ ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു ആർട്ട് ഓഫ് മാപ്പ് മേക്കിംഗ് ആണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ദെൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ഒന്ന് അൽമാഗസ്റ്റ്, അതുപോലെ തന്നെ ഗൈഡ് ടു ജോഗ്രഫി ആൻഡ് ടെട്രാ ബൈബിളസ് എന്ന് പറയുന്ന 3 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ദെൻ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സീ ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ടെറ ഓസ്ട്രേലിയസ് ഇൻകോഗ്നിറ്റ എന്ന് പറയുന്നത്. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തതും അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തതും നമ്മുടെ ടോളമിയാണ്. ഓക്കെ, ദെൻ ഗാൻജറ്റിക് ഗൾഫ് ആദ്യമായിട്ട്, അതായത് ബേ ഓഫ് ബംഗാൾ ആദ്യമായിട്ട് മാർക്ക് ചെയ്ത് പ്ലോട്ട് ചെയ്ത വ്യക്തിയും ഇദ്ദേഹമാണ് എന്നുള്ളതാണ്. ഓക്കെ, 2016-ലും 18-ലും ഒരു അൽമാഗസ്റ്റ് ആരുടെ പുസ്തകമാണ് എന്നുള്ളൊരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ സൊളീനസ് എന്ന് പറയുന്ന വ്യക്തി കളക്റ്റീവ് റെയറം മെമ്മറബിളിയം എന്ന് പറയുന്ന ആ പുസ്തകം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ പോംപോനിയസ് മേള, അദ്ദേഹത്തിൻ്റെ കോറോഗ്രഫി ആൻഡ് കോസ്മോഗ്രഫി എന്ന് പറയുന്ന പുസ്തകമാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ലാറ്റിനിലാണ് ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വേൾഡിനെ 5 മാക്രോ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് പോംപോണിയസ് മേളയുടെ ഈ 2 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ 2016 എഗെയിൻ ക്രോണോളജിക്കൽ ഓർഡർ അവർ ചോദിച്ചിട്ടുണ്ട്. 2019 ഈ താഴെ പറയുന്നവയിൽ ആരാണ് റോമൻ ജോഗ്രഫേഴ്സ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. 2019 സ്കോളേഴ്സും അവരുടെ പുസ്തകങ്ങളുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന സ്കോളേഴ്സ് അല്ലാതെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ചോദ്യങ്ങളും ചോദിക്കാം. ഓക്കെ, അത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 200ഓളം വരുന്ന ബുക്സ് ആൻഡ് ഓതേഴ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് മാത്രം നമ്മൾ അത്രയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം റിലേറ്റഡ് ആയിട്ടുള്ളതും. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്ന ജോഗ്രഫേഴ്സ് അവരെഴുതിയ പുസ്തകങ്ങൾ, അങ്ങനെ ഒരു 200ഓളം പുസ്തകങ്ങളും ഓതേഴ്സും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ വേണ്ട ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ദെൻ അറബ് ജോഗ്രഫേഴ്സ് ആണ്. അറബ് ജോഗ്രഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അറബ് ജോഗ്രഫേഴ്സ്. അവരുടെ ഓർഡർ വരുന്നത് അൽബതാനി, അൽബാൽക്കി, ഇബൻ ഹക്കുൽ, അൽ മസൂദി, അൽ മഖ്ദിസി, അൽ ബറൂണി, അവിസന്ന ഓർ ഇബൻ സീന, അൽ ഇദ്രീസി, ഇബൻ ബത്തൂത്ത ആൻഡ് ഇബൻ ഖാൽദൂൻ. ഈ മേഖലയിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ സിമിലർ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഓക്കെ, ഒന്നാമത്തത് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ചോദിക്കാറുണ്ട്. പല ഇയറിലും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അൽബാൽക്കിയെ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് വേൾഡിൽ ആദ്യമായിട്ടൊരു ക്ലൈമറ്റിക് അറ്റ്ലസ് ക്രിയേറ്റ് ചെയ്യുന്നത് അൽബാൽക്കിയാണ്. ഓക്കെ, അപ്പം അത് കിതാബുൽ അഷ്കൽ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്, ക്ലൈമറ്റിക് അറ്റ്ലസിൻ്റെ പേര്. ദെൻ ഇബൻ ഹക്കലിൻ്റെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. ദ ബുക്ക് ഓഫ് റൂട്ട്സ് ആൻഡ് റേലംസും ദ ഫേസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന പുസ്തകവും. ദെൻ അൽ മസൂദി, ഹെറഡോട്ടസ് ഓഫ് അറബ് എന്നറിയപ്പെടുന്ന അൽ മസൂദിയാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത് ഇദ്ദേഹം ചെയ്ത ഒരു കൊറിലേറ്റഡ് കളർ ഓഫ് ഓഷ്യൻ വാട്ടർ ഇൻ ഇറ്റ്സ് അലൈനിറ്റിയും അതുപോലെ തന്നെ മൺസൂണിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്തതും അൽ മസൂദിയാണ്. നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പുസ്തകം മ്യൂഡോസ് ഓഫ് ദ ഗോൾഡൻ മൈൻസ് ഓഫ് ജെംസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഓക്കെ, 2019 അതൊരു ചോദ്യമായിട്ട് ചോദിച്ചിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് വാസ് നോട്ട് റിട്ടേൺ ബൈ അൽ മസൂദി. അൽ മസൂദി എഴുതാത്ത പുസ്തകം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺലി മിസ്റ്റേക്ക് ചെയ്യാൻ, കാരണം അൽ ഖ്വാനം അൽ മസൂദി എന്നുള്ള ടേം കേൾക്കുമ്പം അത് ഒരിക്കലും അദ്ദേഹം എഴുതാത്തതാണ് എന്ന് നമുക്ക് തോന്നില്ല.
ഓക്കെ, അങ്ങനെ ഒരു ചോദ്യമാണ് അത് ചോദിച്ചിട്ടുള്ളത്. 2017 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആരാണ് ഓഷ്യൻ വാട്ടറും അതിൻ്റെ സലൈനിറ്റിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് എന്നുള്ളത് 2017 ചോദിച്ചിട്ടുണ്ട്. ദെൻ അൽ മഖ്ദിസിയാണ് ഒരു പുതിയ ക്ലൈമറ്റിക് മാപ്പ് അദ്ദേഹം പ്രിപ്പയർ ചെയ്തു. 14 ക്ലൈമറ്റിക് റീജിയൻസ് ആണ് അദ്ദേഹത്തിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അൽബാൽക്കി ഓൾറെഡി കിതാബുൽ അഷ്കൽ എന്ന് പറയുന്ന ഒരു ക്ലൈമറ്റിക് മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ അൽബറൂണി ഫൗണ്ടർ ഓഫ് ഇൻഡോളജി ആണ്. ഇൻഡോളജി എന്ന് പറയുന്ന സമയത്ത് ഒരു ഇന്ത്യൻ സിവിലൈസേഷനെ കുറിച്ച് സാൻസ്ക്രിറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇൻഡോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ഫൗണ്ടർ അൽബറൂണി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഫാദർ ഓഫ് മോഡേൺ ജിയോഡസി ആണ്. ഫസ്റ്റ് ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. അൽ ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹം. ദെൻ 27 ജോഗ്രഫി ബേസ്ഡ് ബുക്സ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത് കിതാബ് അൽ ഹിന്ദ് ഓർ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ്. ഓക്കെ, ദെൻ ഇബൻ സീന, അവിസന്ന എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് ഇറോഷനെ കുറിച്ചുള്ള ഐഡിയ ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ദെൻ ഫോസിൽസ്, റോക്സിലുള്ള ഫോസിൽസിൻ്റെ പ്രസൻസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. ദ ബുക്ക് ഓഫ് ഹീലിംഗ് ആൻഡ് ദ കാനൻ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന 2 പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. ദെൻ അൽ ഇദ്രീസിയാണ്. എർത്ത് സർഫേസിനെ 7 ക്ലൈമറ്റിക് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത വ്യക്തി ഇദ്ദേഹമാണ്. ആൻഡ് അതുപോലെ തന്നെ നൈലിൻ്റെ സോഴ്സ് മാപ്പ് ചെയ്യുകയും ഡിസ്കവർ ചെയ്ത വ്യക്തിയാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോളമിയുടെ ബുക്കിനെ കറക്ഷൻ ചെയ്ത വ്യക്തി ആരാണ് എന്നുള്ളൊരു ചോദ്യം അൽ ഇദ്രീസിയുടെ കാര്യത്തിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. 2012 16 സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആരാണ് ഹു എമംഗ് ദ ഫോളോയിങ് അറബ് സ്കോളേഴ്സ് മേഡ് കറക്ഷൻ ടു ടോളമീസ് ബുക്ക് എന്നുള്ളൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇബൻ ബത്തൂത്ത റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ട്രാവലറാണ് ഇദ്ദേഹം. അദ്ദേഹം 28 വർഷത്തോളം ഒക്കെ ട്രാവലിംഗ് നടത്തിയിട്ടുണ്ട്. 75,000 മൈൽസ് ഒക്കെയാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഗിഫ്റ്റ് ടു ദോസ് ഹു കണ്ടംപ്ലേറ്റ് ദ വണ്ടേഴ്സ് ഓഫ് സിറ്റീസ് ആൻഡ് ദ മാർവലസ് ഓഫ് ട്രാവലിംഗ്, ദ ട്രാവൽസ് ഓർ റിഹ്ല. റിഹ്ല മിക്കവാറും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ട്രാവൽസ് ഓർ റിഹ്ല എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, 2019 ഉൾപ്പെടുത്തിയ ഒരു ചോദ്യം ഇതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത വ്യക്തി ആരാണെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ദെൻ 2014 എന്താണ് വിച്ച് അറബ് ജോഗ്രഫർ സെർവ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇബൻ ബത്തൂത്തയാണ്. ദെൻ ഇബൻ ഖാൽദുൻ എന്ന് പറയുമ്പം ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. ആൻഡ് അതുപോലെ തന്നെ എൻവിയോൺമെൻറ്റൽ ഡിറ്റർമിനിസ്റ്റ് ആണ് ഇദ്ദേഹം. അതായത് ഇക്വേറ്റർ റീജിയനിൽ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് അവിടുത്തെ ആളുകളുടെ നിറം കറുപ്പാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇബൻ ഖാൽദുൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് കോൺസെപ്റ്റ് ഫോർമുലേറ്റ് ചെയ്തതും ഇബൻ ഖാൽദുൻ ആണ്. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ ജോഗ്രഫി എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തി ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ മുക്കദ്ദിമ എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. മുക്കദ്ദിമ മീൻസ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, 2012 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മുക്കദ്ദിമ എന്നുള്ള പുസ്തകം ആരുടെയാണെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ദെൻ അറബ് ജോഗ്രഫേഴ്സിൻ്റെ ഓർഡറും വരുന്നുണ്ട്. 2014 16 18 ഏതൊക്കെ പേയേഴ്സ് മാച്ച് ചെയ്യാത്ത ഓതേഴ്സ് ആൻഡ് ബുക്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സ് ഞാൻ പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. 2021 ബുക്സ് ആൻഡ് ഓതേഴ്സിൻ്റെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ പിന്നെ വരുന്നത് ഇന്ത്യൻ ജോഗ്രഫേഴ്സിനെ സംബന്ധിച്ച് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡറാണ് വരുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു എക്സാമിന് മാത്രം ചില വ്യക്തികളുടെ പുസ്തകത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ ഓർഡർ വരാഹമിഹിർ, ബ്രഹ്മഗുപ്ത, ഭാസ്കരാചാര്യൻ, ആര്യഭട്ട എന്നുള്ളൊരു ഓർഡർ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദെൻ ഇതിനകത്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഓഫ് ചൈനീസ് ജോഗ്രഫി ആരാണ് എന്നുള്ളൊരു ഇതും കൂടി ചോദിക്കാറുണ്ട്. ഇപ്പോൾ പേഷ്യു എന്ന് പറയുന്ന വ്യക്തിയാണ് ഫാദർ ഓഫ് ചൈനീസ് ജോഗ്രഫി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ജോഗ്രഫേഴ്സിനെ സംബന്ധിച്ച് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഹംബോൾട്ടും റിട്ടറിനെ പോലുള്ള വ്യക്തികളെക്കുറിച്ചും അതുപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ്സ് ഇൻ ജോഗ്രഫിയും കൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോഗ്രഫിക്കൽ തോട്ടിന് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. ഇതുമായി റിലേറ്റ് ചെയ്ത മെറ്റീരിയൽസ് വേണമെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.